friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാലി പ്രൈം 4.1 ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നതിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കമ്പനി ക്രിയേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫീച്ചേഴ്സ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ മുന്നേ ഒക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ടാലി പ്രൈം 4.1 വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചെയ്യാന്നുള്ളതിന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ ടാലി പ്രൈം 4.1 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള മെനു ബാറിൽ നിന്ന് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിലുണ്ടായിരിക്കും ലെഡ്ജർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഫസ്റ്റ് നമുക്ക് ഇതിൽ കൊടുക്കാനുള്ളത് നെയിം ആണ്. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോണത് ഒരു പർച്ചേസ് അക്കൗണ്ട് ആണ്. അപ്പൊ നെയിം ഞാനിവിടെ പർച്ചേസ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ എൻ്റർ ചെയ്യുക. അതിന്റെ അണ്ടർ കൊടുക്കുന്നുണ്ട്. അപ്പൊ പർച്ചേസിന്റെ അണ്ടർ വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ആണ് സെലക്ട് ചെയ്യാം. അപ്പൊ തന്നെ താഴെ ഒരുപാട് ഓപ്ഷൻസുകൾ വരുന്നതായിട്ട് കാണാം. അപ്പൊ മുന്നത്തെ വേർഷൻസിലൊന്നും ഈ ഓപ്ഷൻസുകൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫസ്റ്റ് GST അപ്ലിക്കബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്ലിക്കബിൾ ആണെങ്കിൽ അപ്ലിക്കബിൾ കൊടുക്കുക. അതുപോലെ നോട്ട് അപ്ലിക്കബിളും ഉണ്ട്, അതും നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ അതിന്റെ താഴെ നമുക്ക് HSN ഓർ സാക്ക് ഡീറ്റെയിൽസും GST റേറ്റ് ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കമ്പനി ലെവലിൽ HSN ഓർ സാക്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ GST റേറ്റ് ഡീറ്റെയിൽസും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതന്നെ കൊടുത്താൽ മതിച്ചാൽ നമുക്ക് അതന്നെ കൊടുക്കാവുന്നതാണ്. അല്ല നമുക്ക് പുതിയ HSN ഓർ സാക്ക് ഡീറ്റെയിൽസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് തൊട്ട് താഴെ തന്നെ സ്പെസിഫൈ ഡീറ്റെയിൽസ് ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ HSN ഡീറ്റെയിൽസ് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പൊ പർച്ചേസിന് നമുക്ക് ശരിക്കും HSN ഓർ സാക്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം പല HSN കോഡ് വരുന്ന പർച്ചേസ് ആവും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ എല്ലാ HSN കോഡും നമുക്ക് ഇതിൽ അപ്ലിക്കബിൾ ആക്കണമെങ്കിൽ അതിൽ ആ ഷോ മോറിൽ ക്ലിക്ക് ചെയ്താൽ അതിലുണ്ടായിരിക്കും സ്പെസിഫൈ ഇൻ വൗച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്താൽ മതി. ഇനി അതുപോലെ തന്നെ GST റേറ്റ് ഡീറ്റെയിൽസിൽ നമുക്ക് കമ്പനി ലെവലിലുള്ള റേറ്റ് നമ്മളിപ്പോൾ 18 ആണ് കൊടുത്തിട്ടുള്ളത്. അതന്നെ മതിച്ചാൽ ആ ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കാം. അല്ല നമുക്ക് പുതിയൊരു റേറ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെസിഫൈ ഡീറ്റെയിൽസ് ഇയർ കൊടുത്തിട്ട് ടാക്സബിൾ കൊടുത്തിട്ട് ഏതാണോ റേറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ എല്ലാ റേറ്റുകളും GST മൾട്ടിപ്പിൾ റേറ്റ് ആയതുകൊണ്ട് എല്ലാ റേറ്റുകളും ഒരേ അക്കൗണ്ടിന്റെ അണ്ടറിൽ നമുക്ക് കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഷോ മോറിൽ ക്ലിക്ക് ചെയ്യുക. സ്പെസിഫൈ ഇൻ വൗച്ചർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് വൗച്ചറിൽ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ പർച്ചേസ് യൂസ് ചെയ്യാം. ടൈപ്പ് ഓഫ് സപ്ലൈ നമുക്ക് അതിൽ ഗുഡ്സ് സെലക്ട് ചെയ്യാം, എന്നിട്ട് സേവ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പല റേറ്റിലും പല പർച്ചേസ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ പർച്ചേസ് എന്ന് പറയുന്ന പേരിന്റെ കൂടെ എന്ത് കൊടുത്താൽ മതി, റേറ്റ് കൊടുത്താൽ മതി. അതുപോലെ നമുക്കിനി എന്ത് ചെയ്യാം, സെയിൽ അക്കൗണ്ടും കൊടുക്കാം. സെയിൽ എന്നുള്ള പേര് കൊടുത്തു, ഗ്രൂപ്പ് കൊടുത്തു. അതുപോലെ തന്നെ അതിൽ ഞാനിവിടെ സ്പെസിഫൈ ഇൻ വൗച്ചർ ആണ് കൊടുക്കുന്നത്. അതുപോലെ ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് കൊടുത്തു, സേവ് ചെയ്തു. ഇനി നമുക്കൊരു അസറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു അസറ്റാണ് അടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്കിവിടെ കമ്പ്യൂട്ടർ കൊടുക്കാം. ഫിക്സ്ഡ് അസറ്റിന്റെ അണ്ടറിൽ വരുന്നത് കമ്പ്യൂട്ടർ എന്ന് നെയിം കൊടുത്തു. ഗ്രൂപ്പ് നമുക്കിവിടെ ഫിക്സ്ഡ് അസറ്റ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് നമുക്ക് GST അപ്ലിക്കബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ HSN ഓർ സാക്ക് ഡീറ്റെയിൽസിൽ നമുക്ക് സ്പെസിഫൈ ഇൻ ഡീറ്റെയിൽസ് ഇയർ കൊടുക്കുക. കാരണം ഇവിടെ കമ്പനി ലെവലിലുള്ള HSN കോഡും അതുപോലെ തന്നെ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് വേണ്ട, നമുക്ക് പുതിയൊരു HSN കോഡും അതുപോലെ ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. അപ്പൊ കമ്പ്യൂട്ടറിന്റെ HSN കോഡ് നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം. അതുപോലെ തന്നെ GST റേറ്റ് ഡീറ്റെയിൽസിൽ ഞാൻ കമ്പനി ലെവലിൽ 18% ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു അസറ്റിന് എന്തെന്നെയാണ് 18% ആണ്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ മാറ്റുന്നില്ല, 18 തന്നെയാണ്. ടൈപ്പ് ഓഫ് സപ്ലൈയിൽ നമുക്കിവിടെ ക്യാപിറ്റൽ ഗുഡ്സ് ആണ് വരുന്നത് അസറ്റ് ആയതുകൊണ്ട്. അപ്പൊ ആ ഒരു സപ്ലൈ അവിടെ സെലക്ട് ചെയ്തിട്ട് വേണം സേവ് ചെയ്യാനും. ഇനി അടുത്ത് നമുക്കൊരു എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഞാനിവിടെ ടെലിഫോൺ ചാർജ് ആണ് എക്സ്പെൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. നെയിം ടെലിഫോൺ ചാർജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഇത് എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ നമുക്കിവിടെ ഗ്രൂപ്പ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് നമുക്ക് GST അപ്ലിക്കബിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി HSN ഓർ സാക്ക് ഡീറ്റെയിൽസിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇവിടെ HSN അല്ല വരിക, സാക്ക് ആണ് വരിക. കാരണം ഇത് സർവീസ് ആയതുകൊണ്ട്. അപ്പൊ അതും ഞാൻ സ്പെസിഫൈ ഡീറ്റെയിൽസ് ഇയർ കൊടുത്തിട്ട് മാറ്റി കൊടുക്കണം. കാരണം ഇത് കമ്പനി ലെവലിലുള്ള HSN കോഡാണ് അവിടെ വന്നിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഞാനിവിടെ സ്പെസിഫൈ ഡീറ്റെയിൽസ് ഇയർ കൊടുത്തിട്ട് പുതിയ സാക്ക് കോഡും അതുപോലെ ഡിസ്ക്രിപ്ഷനും കൊടുക്കാൻ പോവാണ്. ഡിസ്ക്രിപ്ഷൻ നമുക്ക് ആ ഒരു അക്കൗണ്ടിന്റെ പേര് തന്നെ കൊടുത്താൽ മതി. ഇപ്പൊ ടെലിഫോൺ ചാർജ് ആയതുകൊണ്ട് അതന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് GST റേറ്റ് ഡീറ്റെയിൽസിൽ ടെലിഫോൺ ചാർജും ഇവിടെ 18% ആയതുകൊണ്ട് ഞാൻ റേറ്റ് ഇവിടെ മാറ്റുന്നില്ല. ഇനി ടൈപ്പ് ഓഫ് സപ്ലൈ മാത്രം നമുക്ക് മാറ്റിയാൽ മതി.
ടൈപ്പ് ഓഫ് സപ്ലൈയിൽ കൊടുക്കുന്നത് ഇവിടെ സർവീസ് ആയതുകൊണ്ട് സർവീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ എക്സ്പെൻസ് ഒക്കെ വരുമ്പോൾ സർവീസ് ആണ്, അസറ്റ് വരുമ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് കൊടുക്കുക, പർച്ചേസും സെയിലൊക്കെ ഗുഡ്സ് കൊടുത്താൽ മതി ടൈപ്പ് ഓഫ് സപ്ലൈ. അപ്പൊ ഇങ്ങനെയാണ് ടാലി പ്രൈമിലെ പുതിയ അപ്ഡേഷന്റെ രീതിയിൽ നമ്മൾ ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ടാലി പ്രൈം 4.1 പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.